ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വോട്ടർമാരെ കൂട്ടത്തോടെ ഒഴിവാക്കിയെങ്കിൽ കോടതി ഇടപെടുമെന്ന് സുപ്രീം കോടതി. ജീവിച്ചിരിക്കുന്നവരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയോ എന്ന് ബോധ്യപ്പെടുത്തണമെന്നും കോടതി ആവശ്യപ്പെട്ടു. സ്വാതി സന്തോഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സ്വാതി, കോടതിയുടെ നിർണായക ഇടപെടൽ, അതായത് ആധാർ കാർഡ് രേഖയാക്കണം വോട്ടർ പട്ടികയ്ക്ക് എന്ന് പറഞ്ഞതിന് ശേഷമുള്ള നിർണായക ഇടപെടലാണ് കോടതിയുടെ ഭാഗത്തുണ്ടാകുന്നത്. എന്തൊക്കെയാണ് സുപ്രീം കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ? അജ്മിഷാദ്, ഈ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി തന്നെ നിലവിൽ 65ഓളം വോട്ടർമാർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായതായി ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് സുപ്രീം കോടതി ഈ വിഷയം സ്വാതി, എന്തായാലും സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടലുകൾ ബീഹാർ വോട്ടർ പട്ടിക SIR-മായി ബന്ധപ്പെട്ട് വരികയാണ്. തീവ്ര പുനഃപരിശോധനയുമായി ബന്ധപ്പെട്ട് വരികയാണ്. കാരണം നേരത്തെ തന്നെ കോടതി ഈ വിഷയത്തിൽ ആവശ്യപ്പെട്ടിരുന്നത് ആധാർ കാർഡ് എന്തുകൊണ്ട് നിങ്ങൾ രേഖയാക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആ തീരുമാനം മാറ്റുകയും ആധാർ കാർഡ് മാനദണ്ഡമാക്കാം എന്ന് പറയുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട്. അതിനുശേഷം ഇപ്പോഴിതാ വോട്ടർ പട്ടികയിൽ നിന്നും വ്യാപകമായി വോട്ടേഴ്സിനെ മാറ്റിയിട്ടുണ്ട് എങ്കിൽ അത് വലിയ വിഷയമാണെന്ന് കോടതി ഇടപെടുകയാണ്. സ്വാതി വിവരങ്ങളുമായി തുടരുകയാണ്. സ്വാതി. അജിംഷാദ്, 65ഓളം ലക്ഷം വോട്ടർമാരെയാണ് ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളത്. ഈ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് സുപ്രീം കോടതി ഈ കേസ് പരിഗണിച്ചിട്ടുള്ളത്. പ്രധാനമായും ഈ സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇന്ന് ചൂണ്ടിക്കാണിച്ച കാര്യം, ജീവിച്ചിരിക്കുന്ന നിരവധി വോട്ടർമാരെ ഇതിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അതായത് മരിച്ച നിരവധി വോട്ടർമാരെ പുറത്താക്കിയെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഒരു കണക്ക് പുറത്തുവിട്ടിരുന്നു. 22ഓളം പേരാണ് മരണപ്പെട്ടതിന്റെ പേരിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത്. എന്നാൽ ഇങ്ങനെ പുറത്തുവിട്ട ഈ കണക്കുകളിൽ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും വോട്ടർമാർക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ അതിൽ സുപ്രീം കോടതി ഇടപെടും എന്നുള്ളതാണ് ഇന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും 22ഓളം ലക്ഷം വോട്ടർമാർ പുറത്തായ സാഹചര്യം, ബീഹാറിൽ മാത്രം 65 ലക്ഷം വോട്ടർമാർ പുറത്തായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഗൗരവമായി തന്നെയാണ് പരിഗണിക്കേണ്ടത്. കരട് വോട്ടർ പട്ടിക വരുന്ന ഘട്ടത്തിൽ, അതായത് ഓഗസ്റ്റ് 1-ന് ബീഹാറിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. ആ കരട് വോട്ടർ പട്ടികയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിലും അതിൽ കോടതി കൃത്യമായ വാദം കേൾക്കും. അതിനുശേഷം മാത്രം ഈ ഹർജിക്കാരുടെ ഉൾപ്പെടെ ഉന്നയിക്കുന്ന വാദങ്ങളിൽ എന്തെങ്കിലും ശരിയുണ്ടെന്ന് തോന്നിയാൽ കോടതി അതിൽ ഇടപെടും എന്നുള്ള കാര്യമാണ് ഇന്ന് സുപ്രീം കോടതി കൃത്യമായും ഈ വാദം കേൾക്കവേ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഓഗസ്റ്റ് 12, 13-നായിരിക്കും ഈ വിഷയത്തിൽ കൃത്യമായൊരു വാദം ഉണ്ടാവുക. ഈ കരട് വോട്ടർ പട്ടിക അടക്കം പുറത്തു വന്നതിന് പിന്നാലെ മാത്രമായിരിക്കും ഈ വിഷയത്തിൽ ഇപ്പോൾ വാദം കേൾക്കുക. എന്തായാലും BJP-യും ഇലക്ഷൻ കമ്മീഷന്റെയും നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ നിരവധി വോട്ടർമാർക്ക് വോട്ടവകാശം നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ ഘട്ടത്തിലാണ് സുപ്രീം കോടതി നിർണായകമായി ഈ വിഷയത്തിൽ ഇടപെടും എന്നുള്ളൊരു മുന്നറിയിപ്പ് ഇലക്ഷൻ കമ്മീഷന് നൽകിയിട്ടുള്ളത്. ഒരു വോട്ടർമാർക്കും, അതായത് ജീവിച്ചിരിക്കുന്ന ഒരു വോട്ടർമാർക്കും വോട്ടവകാശം നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് സുപ്രീം കോടതി ഇന്ന് നിർദ്ദേശമായി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അജിംഷ.